മദ്യവിരുദ്ധ അല്ലെങ്കിൽ മദ്യവിമുക്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന ഒരു കാര്യം, ഒരു വെല്ലുവിളിയായിട്ട് ആദ്യം വെക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയിൽ ഈ മേഖലയിലുള്ള പ്രവർത്തനം നവചേതന പോലെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോയത് ഈ നവചേതനയിൽ നിന്നാണ്. അന്ന് തൃശ്ശൂര് മുളയം ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ലെപ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിലെ നിലയാണ് തൃശ്ശൂർ അതിരൂപതയുടെ ആദ്യത്തെ ഈ മദ്യപാനികളായ ആൾക്കാരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പരിശ്രമം, അതിനുവേണ്ടിയുള്ള പ്രോഗ്രാം നടന്നത് തൃശ്ശൂർ ലെപ്രസി ഹോസ്പിറ്റലും കാര്യങ്ങളും നടന്ന ഡാമിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുകളിലെ നിലയിലാണ്. അന്ന് ഈ നവചേതനയിൽ നിന്നൊരു ടീം പോയിട്ടാണ് തൃശ്ശൂർ അതിരൂപതയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. തൃശ്ശൂർ രൂപതയിൽ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു പ്രോഗ്രാം അന്നൊരു ഡേവിസ് ചക്കാലക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ് 2000-ലാണ് ടാസം എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ ആർച്ച് ലൈഫ് സ്റ്റുഡൻസ് അവയർനെസ് മൂവ്മെന്റ് 26 വർഷം മുമ്പ്. അന്ന് തൃശ്ശൂർ അതിരൂപതയുടെ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് വേണ്ടി കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി പ്രോഗ്രാം ചെയ്യാൻ പോയത് നമ്മുടെ രൂപതയിൽ നിന്നാണ്, നവചേതനയിൽ നിന്നാണ്. ദെൻ കേരളം മുഴുവനുമുള്ള പല രൂപതകളിലും ഇങ്ങനെയുള്ള മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മദ്യപാനികളുടെ റീഹാബിലിറ്റേഷൻ അങ്ങനെയുള്ള മേഖലകളിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക രൂപതകൾക്കും ഈ മേഖലയിൽ ഒരു നല്ല കണ്ടന്റ് കിട്ടാവുന്ന പല കേരളത്തിലെ എല്ലാ രൂപതകളും റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകം മാസിക ഇറങ്ങിയിരുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്, ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നാണ്. ഞാനിതൊക്കെ പറഞ്ഞു പറയുന്നത് കേരളത്തിലെ ഏത് ആംഗിളിൽ നോക്കിയാലും, വൈദികരെ നോക്കിയാലും അൽമായരെ നോക്കിയാലും മദ്യവിരുദ്ധ പ്രവർത്തന മേഖലയിൽ പയനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഈ രൂപതയിലാണ്. അങ്ങനെ ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് മദ്യവിരുദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കുട രൂപതയ്ക്കും നവചേതനയ്ക്കും ഇവിടുത്തെ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇരിഞ്ഞാലക്കുട നടക്കാർക്ക് പറഞ്ഞുകൊണ്ട് തെറ്റും. കേരളത്തിലെ എല്ലാ രൂപതകളും വളരെ പ്രതീക്ഷയോട് കണ്ടിരുന്ന സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട രൂപത നവചേതന. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ജസ്റ്റ് ഞാനിങ്ങനെ പോകുന്ന നേരത്തെ എൻ്റെ വീട്ടിലുള്ള മാഗസിൻസ് ഇങ്ങനെ എടുത്ത് നോക്കാം. ഞാൻ എഡിറ്റ് ചെയ്തൊരു 100ഓളം മാസിക എൻ്റെ വീട്ടിലുണ്ട്. അതിൽ ഈ കാണുന്നത് മൈക്കൊന്ന് തിരക്കാനോടൊക്കെയാണ്, എനിക്ക് അറിയാമില്ല. ഓരോ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഓരോ മേഖല, മദ്യപാനവും അലസതയും, ലഹരി വിമുക്ത ജീവിതത്തിൽ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത പങ്ക്, പുകവലിയും രോഗങ്ങളും, വ്യക്തിത്വ വൈകല്യങ്ങളും മദ്യപാനവും, കോപ നിയന്ത്രണവും മദ്യപാനവും, ഇങ്ങനെ മദ്യപാനം ഒരു വ്യക്തിയുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കേരളത്തിലെ എല്ലാ രൂപതയ്ക്കും റഫർ ചെയ്യാവുന്ന മാസിക ഇറങ്ങിയിരുന്നത് നവചേതനയാണ്. നിർഭാഗ്യത്തില്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഫോർമേഷൻ പ്രവർത്തനങ്ങൾക്ക് പോയിരുന്നത് നവചേതനയുടെ ടീമാണ്. അതായത് ഞാൻ ഇന്ന് ഓർക്കണം, ഈ മാസിക എടുത്ത് നോക്കുമ്പോൾ ഞാൻ 1 വർഷം ബാബുമാഷോട് പറഞ്ഞു, ഈ മാസികയിൽ നമ്മുടെ KF ബാബുമാഷ് എഴുതിയിരുന്ന ദമ്പതി കോർണർ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. മദ്യപാനവും കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിക്കിൾസും ആ ഒരു പങ്ക്തിയിലാണ് വന്നിരുന്നത്. സേവ്യർ പള്ളിപ്പാട് എന്ന് പറഞ്ഞ വിജിലൻസ് പഠിക്കുന്ന സാറ് എഴുതിയിരുന്ന ശക്തിധാര എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എല്ലാ മാസവും ആ ഒരു പർട്ടിക്കുലർ പേരിലാണ് പ്രവർത്തന മേഖലയിലുള്ള വ്യക്തികളുടെ ജീവിതവും കുടുംബവും അവരുടെ ജീവിതത്തിൽ അവരുടെ എംപവർമെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വന്നിരുന്നത്. അന്ന് ചാലക്കുടി ITI പ്രിൻസിപ്പലായിരുന്ന KL ജേക്കബ് സാർ എഴുതിയിരുന്ന ചൈതന്യധാര എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലാണ് വേറൊരു പ്രത്യേക മേഖല വന്നിരുന്നത്. പോൾ പന്തലക്കാരൻ എന്ന് പറഞ്ഞ ടെലികോമിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പോൾ പന്തലക്കാരൻ സാർ ചാലക്കുടിയിൽ എഴുതിയിരുന്ന ആർട്ടിക്കിളിലാണ് സൈക്കോളജി മദ്യപാനവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള എല്ലാ ആർട്ടിക്കിൾസും വന്നിരുന്നത്. വിട്ടുപോകും കുറെ പേരുടെ പേരുകൾ. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ 4 പേരെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു വലിയ കാലഘട്ടം ഈ മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് മറ്റൊരിടത്തും ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, ഈ രൂപതയ്ക്ക് മദ്യവിരുദ്ധ പ്രവർത്തന മേഖലയിൽ ഒരിക്കലും കാലഘട്ടത്തിൽ ചരിത്രത്തിൽ മാറ്റം വരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പല തീഷ്ണതയുള്ള അൽമായരും പല തീഷ്ണതയുള്ള വൈദികരും ഉണ്ടായിരുന്ന ഈ മേഖലയിൽ കേരളത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു രൂപതയാണ് ഇരിഞ്ഞാലക്കുട രൂപത. അവിടെ നിന്ന് വേണം നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന കാര്യത്തെ നമ്മൾ കാണാൻ. അപ്പൊ നമ്മുടെ മുൻപിൽ 1956 ഈ മദ്യപാനം അല്ലെങ്കിൽ അഡിക്ഷൻ അതൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു രോഗമായിട്ട് ഡിക്ലെയർ ചെയ്തു. 1956 ഇതൊരു രോഗമാണെന്ന് ആദ്യമായിട്ട് ലോകത്തിൽ ഡിക്ലെയർ ചെയ്തത് WHO ആണ് 1956. തൊട്ടുപുറകെ പിന്നുള്ള വർഷം ഞാൻ പറയുന്നത് തൊട്ടുപുറകെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ AMA ഇത് രോഗമാണെന്ന് ഡിക്ലെയർ ചെയ്തു. അപ്പൊ 56 മുതൽ അഡിക്ഷൻ ഒരു രോഗമാണ്. അപ്പൊ മദ്യപാന ആസക്തി ഒരു രോഗമാണ്, ഡ്രഗ് അഡിക്ഷൻ ഒരു രോഗമാണ്.
എല്ലാ അഡിക്ഷൻസും രോഗമാണ്. ഇന്ന് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ മദ്യപാനത്തിൽ നിൽക്കില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അഡിക്ഷൻ ഒരു രോഗമാണ്. അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആസക്തി ഒരു രോഗമായിട്ട് 56-ൽ വന്നു. അതിന്റെ പുറകെ AMA അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു രോഗമാണെന്ന് പറഞ്ഞു. അതാണ് ഒരു സൈക്കോളജിക്കൽ സയന്റിഫിക് ആയിട്ടുള്ള തരം. സഭ നമ്മളെ പഠിപ്പിക്കുന്ന 10 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. അപ്പൊ ഒരു കാര്യത്തിന് അഡിക്റ്റായ ഒരാളുടെ ദൈവം എന്തായിരിക്കും? നമ്മുടെ സിമ്പിൾ ലോജിക്കാണ്. അഡിക്റ്റായ ഒരാളുടെ ദൈവം എന്താണ്? ആഡിക്ഷൻ. അപ്പൊ ഒരു മദ്യപാനിയുടെ ദൈവം ആരാണ്? അപ്പൊ വാസ്തവത്തിൽ ഇതിനൊരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. സ്പിരിച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പണിയെടുക്കുന്നത്, പഠിപ്പിക്കുന്നത്, ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കൽപ്പന തെറ്റിക്കുന്നവരെ തിരിച്ചു പിടിക്കാതെ പറയുന്നൊരു പ്രോസസ്സിലാണ് നമ്മൾ ഭാഗമാക്കാവുന്നത്. ഒന്നാമത്തെ കൽപ്പന തെറ്റിക്കുന്നവരെ തിരിച്ചു പിടിക്കാന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ ഭാഗമാക്കാവുന്നവരാണ് നമ്മൾ. അപ്പൊ വാസ്തവത്തിൽ ഒരു സ്പിരിച്വൽ പ്രവർത്തനമാണോ ഇത് സാമൂഹ്യ പ്രവർത്തനം മാത്രമാണോ? ബാക്കി നിങ്ങൾ പറയും. ഇത് സെയിം ടൈം ഒരു ആത്മീയമായ പ്രവർത്തനമാണ്, സെയിം ടൈം ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്, ഒരു ആത്മീയ പ്രവർത്തനമാണ്. കാരണം ഇതിൽ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് എല്ലാവരും ഒന്നാമത്തെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള കുഴിയിൽ വീണ് തകർന്നു കിടക്കുന്ന ആൾക്കാരെയാണ്. അവരിൽ നിന്ന്, അവരുടെ മദ്യപാനം എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന്, ആസക്തിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്നും, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അടിമത്തത്തിൽ നിന്നും, അങ്ങനെയുള്ള അവരുടെ എല്ലാവിധ അഡിക്ഷനും അവരെ നമ്മൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ അവരെ നമ്മൾ തിരിച്ചു പിടിക്കുന്ന പ്രവർത്തനം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പ്രവർത്തനമാണ്, ആത്മീയ പ്രവർത്തനമാണ്. അതേസമയം തന്നെ ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ബേസിക് കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കോള ഏരിയയിലേക്ക് വരും. അപ്പൊ ഇത് വാസ്തവത്തിൽ ഒരു രോഗമാണ്. എങ്ങനെയുള്ള രോഗമാണ് ഇത്? എങ്ങനെയുള്ള രോഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ഇത് എങ്ങനെയുള്ള രോഗമാണ്? എന്ത് രോഗമാണ്? ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ സമയമായിട്ടാണ് സമാധാനമായിട്ട് ഒറ്റ ആളെ കസരിക്കാണ് വിചാരിക്കുന്നത്. വളരെ തന്നെ ഇവിടെ നടക്കാം. ഞാൻ ആദ്യം ഒന്ന് സൗമ്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയായിരിക്കും തിരികെ വരാം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരുടെ പ്രായം ശരീരത്തിന്റെ പ്രായമല്ല, മനസ്സിന്റെ പ്രായം 30 വയസ്സാണ്. എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്നോട് എനിക്ക് ക്ലാസിന്റെ പ്രധാന വാദികളാണ്. മുതിർന്നവരോടും എത്ര വയസ്സാണ് ഇതിന്റെ ഒരു മനസ്സിന്റെ പ്രായം എത്ര സമയമായിട്ട് ഫിക്സ് ചെയ്യുന്നത്? 30 വയസ്സ് ഓക്കെയാണോ? എത്ര വയസ്സ് വേണം? നമ്മൾ പങ്കെടുക്കുന്നവരുടെ പ്രായം ഇപ്പൊ ഫിക്സ് ചെയ്ത് ആ പ്രായത്തിനനുസരിച്ചാണ് പ്രോഗ്രാം പോകാം. മാനസികമായ പ്രായം, ശരീരത്തിന്റെ പ്രായമല്ല. 30 വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. 35 ആക്കണമെങ്കിൽ 25 ആക്കി, 25 ആക്കണമെങ്കിൽ 25 ആക്കാം. എത്ര വയസ്സാണ്? 30 ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം വേണ്ടത് 30 വയസ്സാണെങ്കിൽ ആദ്യം ഇരിക്കണം പോലെ നിങ്ങൾ തിരിഞ്ഞ് കാണുക. ടെൻഷനൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കാര്യത്തിലും 30 വയസ്സിന്റെ ചുരുക്ക് വേണം. 30 വയസ്സിന്റെ ചുരുക്ക്. അപ്പൊ യോഹാനെ ഇട്ട് തന്നെ ഞാൻ എന്റെ കുടുംബത്തിന്റെ പകുതി ഇവിടെയുണ്ട്. 50% ബാക്കി 50% ഭാര്യ കൂടിയാണ്. അവള് ജോലി സ്ഥലത്തേക്ക് കൊണ്ടേക്കാണ്. ഇന്നവർക്ക് മുടക്കാണ്. അപ്പൊ യോഹാന് പറയാനൊരു വേർഡ് ഇല്ല. എന്താ ഏത് വേറെ യോഹാൻ പറയാം? എന്നെ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ പേര് യോഹാൻ. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കണേ. സ്നേഹഗിരി മാള സ്കൂളാണ്, സ്നേഹഗിരി സ്കൂളാണ്. എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് യെസ് എന്നൊരു വാക്കിനെ പറ്റി. ജീവിതം മാറ്റാൻ യെസ് എന്ന വാക്കിന് പറ്റും. മറ്റുള്ളവരുടെ ജീവിതം യെസ് എന്ന വാക്കിന് പറ്റും. യെസ് എന്ന് പറയുന്നത് വെറൊരു വാക്ക് മാത്രമല്ല, അതൊരു അപ്രോച്ചാണ്, നമ്മളൊരു സമീപനമാണ്. ഇതിനെ 3 അക്ഷരങ്ങളിൽ പറയാൻ പറ്റും. YES. വൈ എന്ന് പറയുന്നത് യങ് ഇൻ മൈൻഡ്, മനസ്സുകൊണ്ട് ചെറുപ്പമാക്കുക. ചില ആൾക്കാർ ഇരിക്കുന്നത്, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയണേ, ചില ആൾക്കാർ ചില സമയത്ത് ഇരിക്കുന്നത് പ്രായം 20 വയസ്സൊക്കെ ആയിരിക്കും. എന്നാൽ ഇരിക്കാന്നുള്ളതൊന്നും നമുക്ക് 70 വയസ്സ് 80 വയസ്സുള്ള പ്രായം പോലെ തോന്നും. എന്നാൽ ഒരു 80 വയസ്സൊക്കെ ശരിക്കും പ്രായത്തിലുണ്ടാവും. എന്നാൽ ഒരു ചുറുചുറുക്കൊക്കെ കൂടി ഒരു 20 വയസ്സ്, ഒരു യങ് ആയിട്ടുള്ള 20 വയസ്സൊക്കെ ഉള്ള ഒരു മനുഷ്യന്റെ പോലെ തോന്നാം. അപ്പോൾ അതൊന്ന് യങ് ഇൻ മൈൻഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തൂസിയാസ്റ്റിക്, ഉത്സാഹത്തോടുകൂടി ചെയ്യുക. എന്ത് ചെയ്യുമ്പോഴും ചുറുചുറുക്ക് ഉണ്ടാവണം.
നമുക്കറിയാം ഇപ്പോൾ ഓടാൻ പോവാണെങ്കിൽ ചുറുചുറുക്കില്ലാതെ നമ്മൾ വെറുതെ കാണിക്കണം. അങ്ങനെ ഓടിയിട്ടൊരു കാര്യമില്ല. ഒരു എനർജിയിൽ ഓടുക, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനും ഒരു എനർജി ചെയ്താലേ അതിനൊരു നല്ലൊരു ഔട്ട്കം ഉണ്ടാവുള്ളൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ സിസ്റ്റമായി ഒരു അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുക. ഇപ്പൊ നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ മേശ അലങ്കോലമാണെങ്കിൽ മരിക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മേശ മാത്രമല്ല, എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ ടോട്ടല് പറയുകയാണെങ്കിൽ യെസ് എന്നൊരു വാക്കിന് നമ്മുടെ ജീവിതം മാറ്റാൻ പറ്റും. താങ്ക് യു. വാക്കിന്റെ അർത്ഥം എന്താണ്? യെസ്. അപ്പൊ എങ്ങനെ ആകാതെ പറ്റില്ല. നമ്മളിത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയമുള്ളൂ. അപ്പൊ നമ്മൾ ഞാൻ മുതിർന്നാവാണല്ലോ, പ്രായമുള്ള ആളാണല്ലോ, ഇങ്ങനെ ഒന്നും വിചാരിക്കുന്ന ആവശ്യമാണ്. ഒരു 30 വയസ്സ് വർത്തമാനം പറയാനും ചില കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കാം. ഞാൻ പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഒഴിവോളെന്ന് പറഞ്ഞ് ഞാൻ എന്നെ കൂടെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാം. അപ്പൊ കാട്ടിൽ എന്തെങ്കിലും പല ആലോചനകൾ നടത്തിയിട്ട് അവസാനം പുള്ളി ഈ വാക്ക് പറയാമെന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു പറഞ്ഞത്, 6 പഠിക്കുമ്പോൾ യോഹാനെ ഞാൻ സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ ഫൈനൽ ഇയർ ഫാമിലി സ്റ്റുഡൻസിന്റെ ഒരു 7 മണിക്കൂർ പ്രോഗ്രാമിന് ആദ്യത്തെ അരമണിക്കൂർ ക്ലാസ് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. 6 പഠിക്കണം, ഇപ്പൊ 9 പഠിക്കും. ഞാനിത് പറഞ്ഞത് വേണമെന്നല്ല, നമ്മൾ മുതിർന്ന നമുക്ക് ഏത് വിഷയവും പ്രസന്റ് ചെയ്യണം എന്ന് തോന്നിയാൽ, ഒരു കാര്യം പഠിപ്പിക്കണമെന്ന് തോന്നിയാൽ, അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആത്മഭാരം ഉള്ളിലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആർക്കും ആരെയും എത്ര മനോഹരമായിട്ടും കൺവിൻസിങ് ആയുള്ള രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുള്ളത്. ഇത് ആർക്കും പറ്റും. ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ ആ ആള് കേൾക്കണമെങ്കിൽ, ഒരാൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ, ബോധ്യപ്പെടുന്ന രീതിയിൽ പറയുന്ന കാര്യത്തിന് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ആദ്യം തീരുമാനിക്കണം. ആദ്യം പറയാൻ ആദ്യം തീരുമാനിക്കണം. പക്ഷെ ബാക്കി പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, മുതിർന്ന ആൾക്കാരുടെ നീ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കോമൺ ആയിട്ട് നമുക്ക് നീ വിചാരിക്കണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ വിചാരിച്ച ചില നടക്കും. അപ്പൊ ഞാൻ വിചാരിക്കണം എന്ന് പറയുന്നതിൽ വ്യക്തതയാണ് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യം. ഞാനൊരു കാര്യം ചെയ്തു, അതിന്റെ വ്യക്തതയാണ്. എന്നെ ആദ്യം വിളിച്ചത് ബേബി ചേട്ടനാണ്, രണ്ടാമത് മാർട്ടിൻ വിളിച്ചു. അച്ഛനെ യാത്രയായിരുന്നു, അച്ഛൻ പിന്നീടാണ് വിളിച്ചത്. ഇന്ന് കാലത്താണ് ബാബുമാഷ, ഇന്നലെ രാത്രിയാണ് ബാബുമാഷയായിട്ട് സംസാരിച്ചത്. ഞാൻ ഈ 4 പേരോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ട്രെയിനിങ് മേഖലയിൽ വന്നിട്ട് 27 വർഷമായി. ഞാൻ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ക്ലാസ്സിൽ തുടങ്ങിയിട്ട് 34 വർഷം ഈ ഓഗസ്റ്റ് 1 35 കിടക്കും. സെക്കൻഡ് ഇയർ BSc ക്രൈസ്റ്റിൽ പഠിക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് തൃശ്ശൂർ വിമലെ പോയി. ഞാൻ പറഞ്ഞു പറയുന്നത് 36 വർഷമാണ്. പക്ഷെ 36 വർഷമായി, 27 വർഷമായി ട്രെയിനിങ്, 36 വർഷമായിട്ട് ക്ലാസ് എടുക്കുന്ന എനിക്ക് ഈ 4 പേരെയും വിളിക്കാൻ തോന്നുന്ന കാര്യം, ബേബി ചേട്ടന് 2 തവണ ഞാൻ വിളിച്ചിട്ടുണ്ട്. ശരി, 2 തവണ. മാർട്ടിന് 1 തവണ, പേര് പറയുന്നത് ഫ്രീഡം ഉള്ളതിന് വേണ്ടിയാണ്. അച്ഛൻ 1 തവണ എന്നെ വിളിച്ചു. ഇന്നലെ അച്ഛൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് കോൾ അടിച്ച് കളിച്ചു, 2 പേർക്കും കിട്ടിയില്ല. ബാബുമാഷ ഇന്നലെ നൈറ്റ് വിളിച്ചു. ഇതൊക്കെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ, ഇവിടെ വരുന്നത് ആരാണെന്നും ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നടത്തണമെന്നും അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നും വ്യക്തത വരുത്തണം. എനിക്ക് ഈ മേഖല എനിക്ക് നന്നായിട്ട് എനിക്ക് വാങ്ങണ മേഖലയാണ്. അതായത് ഞാൻ ഏകദേശം ഒരു 5 വർഷമെങ്കിലും ഇവിടുത്തെ മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു, ഈ നവജീവന്റെ മാസികയുടെ. അതിൽ മുഴുവൻ വിഷയവും മദ്യപാനവും ആസക്തിയും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് മുഴുവനും അതിൽ എല്ലാ തവണയും ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതണം, മറ്റുള്ള ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് വിഷയം പരിചിതമാണ്. പക്ഷെ ഇവിടെ വരുന്നത് ആരാണെന്നും ഏത് പ്രായക്കാരാണെന്നും എത്ര പേരുണ്ടാവുമെന്നും അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നും ഇത് കഴിഞ്ഞ് പോയിട്ട് എന്താണ് നടക്കേണ്ടതെന്നും വ്യക്തത വന്നാലേ എനിക്ക് എന്റെ കാര്യം പോലും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ കാര്യം, നിങ്ങൾക്കും എനിക്കും എന്താ ചെയ്യാന്ന് പറയുന്നത് ക്ലാരിറ്റി. 5 കാര്യങ്ങൾ. ഇത് ഔട്ട് ഓഫ് ദ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് നിർത്തും. ക്ലാരിറ്റി 5 കാര്യമാണ് തരാം. ക്ലാരിറ്റി, ഒന്നാമത്തെ കാര്യം, ക്ലാരിറ്റി ഗിവ്സ് മീനിങ്. ക്ലാരിറ്റി നമുക്ക് അർത്ഥം തരും. ഞാൻ എൻ്റെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് മോനെ എത്തിക്കൊണ്ട് പറയണം. എനിക്ക് ചെറിയൊരു കുഞ്ഞുണ്ട്, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് 2ാമത്തെ ആവുന്നത്. അവൻ 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ. ഇന്ന് അവൻ എൻ്റെ ഭാര്യയുടെ കൂടെ ജോലി സ്ഥലത്തേക്ക് പോയിക്കണം. ഇവർ 2 പേരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് 10:15 മണിക്ക് ഒരു മുറി കയറും. വൈഫും പതുക്കെ ഉറങ്ങാനുള്ള പരിപാടി കൊടുക്കും. 11 മണി മുതൽ 1:15 വരെയാണ് ഞാൻ എല്ലാ ദിവസവും പറയാനിരിക്കുന്നത്. എൻ്റെ വീട്ടിലേക്ക് ഒരു ഓഫീസ് റൂമുണ്ട്. ആ റൂമിൽ ഞാൻ കയറി കഴിഞ്ഞ് ഇവർ ആരും എൻ്റെ അടുത്തേക്ക് വരും. അവർക്കറിയാം ഞാൻ എന്തിനാ അവിടെ കയറുന്നത്. അപ്പൊ എന്റെ ബെസ്റ്റ് പുറത്ത് വരാൻ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു സ്ഥലം എൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പച്ചന്റെയും ഓരോ അമ്മച്ചയുടെയും ഓരോ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ ബെസ്റ്റ് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു ഇടം ഉണ്ടാവണം. എന്ന് വെച്ചാൽ നിങ്ങളിലെ ബെസ്റ്റ് പുറത്തെത്തിക്കുന്ന ഒരിടം വീട്ടിലുണ്ടാവും. ആലോചിച്ചാൽ മതി.
നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലുണ്ടോ? അങ്ങനെ ഒരു സ്പേസിൽ നിന്നാണ് നമ്മളിലെ ബെസ്റ്റ് പുറത്തു വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിലെ ഓർഡിനറി മനുഷ്യൻ പുറത്തു വരും. അത് മരിക്കുന്ന കാര്യം പറ്റില്ല. അപ്പൊ നമ്മളിലെ ബെസ്റ്റ് പുറത്തു വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പണിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കോളേജിൽ പഠിച്ച ക്രൈസ്റ്റിലാണ്. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം അതൊഴികെ 3 വർഷം ഞാൻ BSc പഠിച്ച സമയത്ത്, പ്രീ ഡിഗ്രി പഠിച്ച 5 വർഷം അവിടെ പഠിച്ച സമയത്ത് ഒരിക്കലും ഞാൻ ഒരു ദിവസം ഒഴിച്ച് എന്റെ 5 വർഷത്തിൽ ഒറ്റ ദിവസവും 12 മണി മുതൽ 1:15 വരെ ഞാൻ പഠിക്കാനിരുന്നിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുതിയ വീടാണ്, എന്റെ വീട്ടിൽ 5 വർഷമായിരുന്നു. പുതിയ വീട്ടിൽ 5 വർഷം അതിന് മുമ്പും 11 മണി മുതൽ 1:15, 1:30 വരെ എല്ലാ ദിവസവും ഞാൻ കിട്ടുന്നു. എനിക്കൊരു മടുപ്പില്ല. പക്ഷെ പണ്ട് പൈസ എടുത്തപ്പോ മടുപ്പുണ്ടായിരുന്നു. അപ്പൊ ആ മടുപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ശരിയാണ് ചേട്ടൻ പറഞ്ഞത്. ആ മടുപ്പ് കാര്യമില്ല, നമ്മൾ പഠിക്കാൻ വേണ്ടിയാ. ഇപ്പൊ പഠിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ ട്രെയിനിങ് മേഖലയിൽ എന്റെ ജോലി, എന്റെ വരുമാനം, എന്റെ അന്നം, എന്റെ വീട്, ജീവിതം മുന്നോട്ട് പോകാനാണ്. ജീവിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ മീനിങ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, മീനിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നേക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇനി പറക്കെ നമ്മുടെ സുഖം പോകും. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഈ ഒരു കോൺടാക്ട് ഞാൻ 4-5 പേരുടെ അടുത്തേക്ക് എല്ലാവരും ബുദ്ധിമുട്ടിക്കാൻ ഒറ്റയടിക്ക് പറ്റില്ല. കുറച്ച് ഞാൻ ആക്രമിച്ച് വരാം. യുദ്ധം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ പെങ്ങളായിട്ട് പറയും. മദ്യബന്ധത്തിന്റെ ക്ലാസ്സുകൾ എടുക്കാനും അതിനൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി ബോധവൽക്കരണം ചെയ്യാനും അതിലൂടെ ഒരാളെങ്കിലും ഒരു മാറ്റം വരുത്താന്നുണ്ടെങ്കിൽ നമ്മൾ വിജയം തന്നെയാണ്. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ഇടയിൽ ലിസ്റ്റിന് എന്തെങ്കിലും സംഭവിക്കും? എനിക്ക് മാറ്റം വരും. ഓക്കെ, ഞാൻ ഈ ചേട്ടന്റെ പുഞ്ചിരിക്ക് നേരത്തെ വന്ന് ഞാൻ എന്റെ മറ്റേക്കാണ് ഇന്ന് പഠിക്കാൻ സാധിക്കുന്ന കഴിയും. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുള്ളവർക്ക് മറ്റുള്ള നല്ലത് നയിക്കാൻ ഓക്കെ. നിങ്ങൾ വളർത്തോളം നിങ്ങൾ തീരുമാനം സൂചിപ്പിക്കാൻ കണ്ടുപിടിക്കുന്നത് മദ്യവിരുദ്ധ സമിതിയോട് ചേരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആദ്യം അത് അറിഞ്ഞിരിക്കേണ്ടത് സഭയുടെ പഠനം എന്താണ്, സഭയുടെ വശത്തുനിന്ന് അതിനെ കുറിച്ച് എന്താണ് പഠിപ്പിക്കാൻ അങ്ങനത്തെ ഒരു വേർഷൻ കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്താണ് സഭ പറയുന്നത് അതാണ്. ഓക്കെ, മജീഷ് ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ തരുന്നല്ലേ പറഞ്ഞ തോന്നുന്നു. ലഹരി വിരുദ്ധ സമിതിയിൽ അംഗമായി തീർന്നുകൊണ്ട് നമ്മുടെ ലഹരിക്ക് അടക്കപ്പെടുന്നത് പലതരത്തിലുള്ള ലഹരികളാണല്ലോ ഇപ്പോൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയാണ് നമുക്ക് അതിൻ്റെ അറിയുവാനും നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴ് അതിൽ വരണമെന്ന് ആഗ്രഹിച്ചു വന്നു മനസ്സിലാക്കി എടുക്കണം. ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും അറിയാനും മനസ്സിലാക്കാനും ഡിഗ്രി ചെയ്യുന്നു. സെക്കൻഡ് ഇയർ. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും പോകുന്ന ബുദ്ധിയല്ല, സമയമില്ല നോക്കാം. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും കേൾക്കണമെങ്കിൽ ആഗ്രഹം. പക്ഷെ നിർത്തിയതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സ്ഥലത്ത് ഒരാള് പാക്കറ്റ് കഴിച്ചു, നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റും? ആർക്കും പറയാം എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാക്കറ്റ് അടിച്ചാണ് ഉടനെ ആശുപത്രി കൊണ്ടുപോകണം. അതാണ് ഒരു പ്രവർത്തനം. പേപ്പട്ടിയുടെ കടി കൊണ്ട ആൾ ആശുപത്രി കൊണ്ടുപോകണം. അയാൾക്ക് ആശുപത്രി കൊണ്ടുപോകുന്ന അയാളുടെ അപകട നിലയിൽ നിന്ന് അയാളെ തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പൊ അയാളെ തിരിച്ചു പിടിക്കണം. അതിന് നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. ഓക്കെ, വേറെന്ത് പറയാം? അയാളുടെ കാല് സോപ്പിട്ട് കഴുകി, കാലിൽ കൊണ്ട് കടി കൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധ്യ കടി കൊണ്ട സ്ഥലം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. ഓക്കെ, അപ്പൊ അയാളുടെ പ്രവർത്തനം അയാളെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ മദ്യപാനികളോടും അഡിക്റ്റായ ആൾക്കാരോട് സംസാരിക്കാൻ പോകുമ്പോൾ പ്രിക്കോഷൻ എടുക്കണം, പ്രിപ്പയർഡ് ആവണം. പ്രിക്കോഷൻസ് ആൻഡ് പ്രിപ്പറേഷൻ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളൊരാളോട് സംസാരിക്കാൻ പോകുന്നുണ്ട്, അഡിക്റ്റ് ആയ ഒരാളോട് സംസാരിക്കും. അപ്പോൾ സംസാരിച്ചോണ്ട് അഡിക്റ്റ് ആയ ഒരാളെ പിറ്റേ ദിവസം എഴുതിയിട്ട് വരില്ലേ? അപ്പോൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, പ്രിപ്പയർ ചെയ്യണം. ചില സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്ത സന്ദർഭമുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കണം. നാണം വർഷപ്പെടുന്നു. ഞാൻ ഇവിടെ ഓർക്കുന്ന മറക്കാൻ പറ്റാത്തൊരു അനുഭവം, ഇവിടെ ഹോളി ഫാമിലിയിലെ സിസ്റ്റർ മാർസൽ ഈ നവരയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വന്ന റിസപ്ഷൻ്റെ അവിടെ വെച്ച് കാലത്ത് മോർണിംഗ് പ്രയർ ചെല്ലും. ആ മോർണിംഗ് പ്രയർ ചെല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അയാൾ ഈ ഹാളിൽ ഇന്ന് മധ്യവിരുദ്ധ ക്യാമ്പ് 8 ദിവസത്തെ ക്യാമ്പ് കൂടി പോയ ആളാണ്. അദ്ദേഹം ഫോൺ വിളിക്കുന്നത് ഇവിടെ എന്ത് പ്രിപ്പറേഷൻ നടക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം ഫോൺ വിളിക്കുന്നത് സിസ്റ്ററോട് എന്താ പറഞ്ഞു. സിസ്റ്റർ അതോടുകൂടി ഞെട്ടി കുറച്ച് അവൻ സൂസൈഡ് പോയത്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കണ അന്ന് റിസപ്ഷനിലെ റൂബി ഇവിടെ ഇപ്പം വർക്കാൻ വിളിച്ചിട്ട് ഞാൻ പിന്നെ പല ആൾക്കാരുണ്ട്, അന്നത്തെ കൗൺസിലേഴ്സും രണ്ടുപേരുണ്ട്, എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആർക്കും എന്താ ചെയ്യണമെന്ന് പിടിക്കില്ല. കാരണം അങ്ങനെ ഒരു മറുപടി ചോദ്യം ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. അതുവരെ വളരെ ലിറ്റിലിങ്ങനെ വന്നു കയറാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഉള്ളവരുടെ ആരുടെയും എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ ചാടി സിസ്റ്ററിൽ നിന്ന് സുഖം മേടിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല, എനിക്ക് പരിചയമില്ല. ഇതെന്താ ഇങ്ങനത്തെ ഒരു വിഷയം മുമ്പ് വന്നിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ അയാളെ സംസാരിച്ച് അയാളെ ഇങ്ങനെ വീടാക്കുറിക്ക് വീഴ്ത്തി. വർത്തമാനം പറയാനുള്ള പണ്ട് പറയുന്ന സ്വഭാവം. അപ്പൊ ഞാനിങ്ങനെ അയാൾ വീടാക്കുറിക്ക് വീഴ്ത്തി. അയാളെ ഞാൻ പ്രകോപിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടന് ആത്മഹത്യ ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം ചങ്കൂറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ചേട്ടന് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ശരിക്കും പ്രിപ്പയർ ചെയ്ത് സൂസൈഡ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും അതെന്താന്ന് മനസ്സിലായില്ല. ഹലോ പറ്റും, ധൈര്യമുണ്ട്, നീ ധൈര്യം വന്ന് നോക്കണം, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ചാവുള്ളൂ, അന്ന് നീ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരാളും ഇതിനൊരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. സ്ഥലം അറിയാണ്ട് നാമി വരാതിരിക്കാൻ ഞാൻ കിണറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പരിസരമാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഇയാളുടെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ഇയാളുടെ വലിയ ലിവിംഗ് റൂമിൽ ഇങ്ങനെ എൽ ഷേപ്പിൽ സെറ്റ് കിടക്കുന്നു. ഞങ്ങൾ ചെന്ന് കോളമേലെടുത്ത് കടമ്പ തട്ടി ഇയാൾ തൊന്നറങ്ങാൻ അതിനകത്തേക്ക് കയറി. നിനക്ക് കാണണമല്ലേ, നിന്നെ കാണിച്ചോളാം. ഞാൻ എൻ്റെ വീട്ടിൽ ചങ്കെടുക്കുകയാണ്. ഞാൻ ഈ ചെന്ന സമയത്ത് ഇയാൾ വല്ല സാധനം കയ്യിൽ പിടിച്ചിട്ട് നേരിട്ട് വായിൽ കിട്ടിയ ഞാൻ ആരോ ആത്മീയത്തെ പ്രേരണ കുറ്റം വരെ നമ്മുടെ തലയിൽ വരും. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ ഈ എൽ ഷേപ്പിലുള്ള സെറ്റിയുടെ അവിടെയാണ് അയാൾ വരുന്നത്. ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. അപ്പൊ ഞാൻ ഈ അറ്റത്തിരുന്നു. കാരണം അത്രയ്ക്കൊക്കെ വെൽക്കം എൻവയോൺമെന്റേ ഉള്ളൂ. അവിടെ ഇരുന്നു. ഞാൻ ചേട്ടൻ എന്താ പറയുന്നത്, എന്തുകൊണ്ട് ചേട്ടൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു. പതുക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പൊ അയാൾ ദേഷ്യപ്പെട്ടു, ഭയങ്കര എന്നോടല്ല, അയാളുടെ മൊത്തം ദേഷ്യം അയാൾ പ്രകടിപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി പ്രൊമോഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സെറ്റിയുടെ അപ്പുറത്തേക്ക് മാറി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകാനാണ്. അത് കഴിഞ്ഞ് അടുത്ത നിമിഷം അയാൾ കരഞ്ഞു. അവളങ്ങനെ ചെയ്യുന്ന കരുതിയില്ല. അവളെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയാണ്. അയാളുടെ ഭാര്യ ഗവൺമെന്റ് സർവീസിൽ നിൽക്കുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീ. അന്ന് അയാളുടെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ചെറുക്കൻ്റെ കൂടെ പോയി. അവനാണെങ്കിൽ കഷ്ടകാലത്തിന് പാല സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അതും ഞാൻ അയാളെ പറയുന്നത് അല്ലെങ്കിൽ അയാൾ പറഞ്ഞ അയാൾ സോഫ പഠിക്കാൻ കഴിച്ചത്. അങ്ങനെ ഞാൻ പതുക്കെ ഇയാൾ കരയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ സൈഡിലേക്ക്, എനിക്ക് പ്രൊമോഷൻ എനിക്ക് മനസ്സിലായി, ഞാൻ അയാളുടെ സൈഡിൽ ഈ ചേട്ടനാണ് കരയാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തെ അങ്ങനെ ഇരിക്കാൻ അയാൾ കാത്തു കയറി. ഞാൻ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് എനിക്ക് മനസ്സിലായിട്ടാണ് ആ ഇരിക്കണം നിർത്താൻ. അയാളുടെ ഒരു 80-88 കിലോ വെയിറ്റുള്ള ശരീരം, എൻ്റെ ഈ മറ്റേ കപ്പക്കോട് പോലത്തെ മെലിഞ്ഞ മനുഷ്യനാണ് ഞാൻ. അപ്പം ആ ശരീരത്തിലേക്ക് ഒരു മൊത്തം ആ 2 കൈയ്യൻ്റെ ഷോൾഡറിലേക്കാണ് എഴുതി അയാൾ കറങ്ങും. അയാളെ കഴിച്ച മദ്യത്തിൻ്റെ മണവും അയാളുടെ വിയർപ്പും മാറ്റവും ഭാരവും എല്ലാം കൂടി ഞാൻ ഈ കപ്പക്കടയിൽ താങ്ങി നിന്നു. അങ്ങനെ ഞാൻ അവിടെ 3-3.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. പിന്നീട് അയാൾ ഈ അടുത്ത് അയാൾ രോഗം വന്നാണ് മരിച്ചത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 20 വർഷത്തോളം അയാളെ മുന്നിൽ ചിന്തിച്ചു. ഇവിടെ നമുക്ക് എന്ത് പ്രിപ്പറേഷനാണ് സ്പേസ് ഉള്ളത്? നിങ്ങൾ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രിപ്പയർഡ് ആകാൻ സ്പേസ് ഉണ്ടോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെന്ത് ചെയ്യും? അന്നേരമുള്ള നമ്മുടെ ഒരു റെസ്പോൺസാണ്. അതിന് നമ്മൾ പമ്പരാനെ വിളിച്ചിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ സാമർത്ഥ്യത്തിന്റെ ബലത്തിലും ഞാൻ കുറെ കാലം ക്ലാസ് എടുത്ത മറ്റവരെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ചലിക്കണം, പരിശുദ്ധാത്മാവ് ചലിക്കും. നാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യാണ്ട് ഇങ്ങനെയുള്ള ഒരാളിലേക്ക് ഉചിതമായ വാക്കും ഉചിതമായ പ്രവൃത്തിയും ഉചിതമായ ഇടപെടലുമായിട്ട് നിങ്ങൾക്കോ എനിക്കോ ഒരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ പറ്റില്ല. അത് സ്കില്ലിനും ടാലന്റിനും താല്പര്യത്തിനും ലക്ഷ്യത്തിനൊക്കെ അതീതമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്റെ സ്കില്ലും ഉപകരിക്കും,
ടാലന്റ് ഉപകരിക്കില്ല എന്നല്ല, പക്ഷെ അതിനതീതമായിട്ട് ഒരു ദൈവത്തിന്റെ ഇടപെടൽ നമ്മളിലൂടെ വരണം. അപ്പൊ അന്നേരം നമ്മൾ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ തമ്പുരാനെ ഇടപെടാനും പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ നിൽക്കുക. അപ്പൊ ഈ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ദൈവത്തിന് ഇടപെടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കും. ഞാൻ ഈ ഒരു ലഹരി മേഖലയെ അഡിക്ഷൻ മേഖലയെ ഒക്കെ കണക്ട് ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ആർക്കും അറിയാം? ഞാൻ വന്നിരിക്കുന്നത് ആരാ വ്യക്തമായിട്ടൊന്ന് പറയും? ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാൻ സമൃദ്ധമായിട്ടുണ്ടാകാനാണ്. ഞാൻ ഉദ്ദേശിച്ച ആ വചനമല്ല. ഈശോയുടെ ലക്ഷ്യം എന്താണെന്ന് പ്രഖ്യാപിക്കുന്ന സമയമുണ്ട്. ദരിദ്രരോട് അറിയിക്കാനും, ബാക്കി പറ, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത്. ഈ ഉദ്ദേശം പൂർത്തീകരിക്കുന്ന പ്രക്രിയയിലാണ് നിങ്ങൾ. ഞാൻ ആരാണ് അടിച്ചമർത്തപ്പെട്ടവൻ? മദ്യപാനി ആരാ? സ്വാതന്ത്ര്യമുള്ളവനോ അടിച്ചമർത്തപ്പെട്ടവനാണ്? മദ്യപാനി ബന്ധിതനാണോ മോചിതനാണോ? ഒരു ശരിക്കും ഒരു ബന്ധനത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ, ബന്ധിതനായ മനുഷ്യനെ മോചിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ ഭാഗമാക്കാകലാണ് നിങ്ങളുടെ എന്നെ പ്രവൃത്തി. അത് നിങ്ങളെ ക്ലാസ് എടുക്കുവാണെങ്കിലും ഒരു മദ്യപാനിയുടെ വീട്ടില് അയാളുടെ ലൈഫ് പാർട്ട്ണറോട് സംസാരിക്കാൻ, അയാളുടെ വളരെ തകർന്ന് തരിക്കണമായി ചലഞ്ചിങ് സിറ്റുവേഷൻ ഇരിക്കുന്ന കുട്ടിയോട് സംസാരിക്കുവാണെങ്കിൽ, ഇനി മദ്യപാനിനെ കൊണ്ടുവരാൻ വേണ്ടി അയാളുടെ ഒരു ബന്ധുവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഇടവകയിൽ പോയിട്ട് ഈ പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്ന് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ലീഡേഴ്സിനെ വെച്ചുകൂട്ടി ക്ലാസ് എടുക്കുവാണെങ്കിൽ, അതിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി സംഘടിപ്പിക്കുവാണെങ്കിലും ക്ലാസ് എടുക്കുന്നില്ല, അതിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു, ആൾക്കാരെ കാണുന്നു, അച്ഛനെ കാണുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ലീഡേഴ്സിനെ കാണുന്നു, അവിടെ മേശ വിട്ടിടാൻ നിൽക്കുന്നു. അതൊക്കെ ഈ പ്രവർത്തനം എല്ലാം ഇതിലുള്ള നമ്മൾ ഒരു കട്ടിൽ പിടിച്ചുകൊണ്ട് പോവാണ്. ഞാൻ തലയ്ക്കാണ് പിടിച്ചേക്കണത്, നിങ്ങളെ കാലുകളാണ് പിടിച്ചേക്കണത്, യാതൊരു വ്യത്യാസമില്ല. കട്ടിലാണ് പോകണം. ഞാൻ പറഞ്ഞത് ആശയമാണ്. ഞാൻ തലയ്ക്ക് പിടിച്ചാൽ ഞാനാണ് ഇന്ന മെയിൻ ആള്. മൂലയ്ക്ക് പിടിച്ചാൽ നീ ആരാണ്? മൂലക്കാരനാണ്. അല്ല, മൂലയ്ക്ക് പിടിച്ചതും തലയ്ക്ക് പിടിച്ചതും കൊണ്ടുപോകുന്ന കട്ടിൽ തന്നെയാണ്. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരിക്കലും ഇത് നിങ്ങളാണോ ഞാനാണോ മൂത്തത് എന്ന് പറയുന്നൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് തമിഴ്നാടിന് വേണ്ടിയിട്ട് ഒരു പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രതിഫലം തരുന്നത് നാട്ടുകാരോ ഇടവക്കാരോ മധ്യവർത്തി സമിതിയോ രൂപതയോ ഒന്നുമല്ല. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി കൃത്യമായിട്ടും വെടിപ്പായിട്ടും ചെയ്താൽ നിങ്ങൾക്കും കിട്ടും നിത്യജീവൻ. ഈ ബിഷപ്പ് കണ്ണുകാടപ്പിതാവ് വൃത്തിയായിട്ട് ചെയ്താൽ പിതാവിനും കിട്ടും നിത്യജീവൻ. അത് റാഫേൽ തട്ടിൽ പിതാവ് KCBC ചെയർമാൻ ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടാൻ നിത്യജീവനാണോ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല അമേരിക്ക ആര് ചെയ്താലും ഈ കാര്യമാണ്. ഇതിനപ്പുറത്തൊന്നും കിട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബിഷപ്പായിട്ടില്ലല്ലോ എന്ന് കരുതേണ്ട കാര്യമില്ല, ഞാൻ ലീഡറായിട്ടുണ്ടോ എന്ന് കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ റോൾ എങ്ങനെ ചെയ്യണം, ഞാൻ എന്റെ റോൾ എങ്ങനെ ചെയ്യണം, അതിൽ നിങ്ങളുടെ എന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫാമിലിയുടെ ബാലൻസ് തെറ്റിയിട്ടല്ല അത് ഇവരുടെ പ്രവർത്തനം ചെയ്യുന്നത്. എന്റെ ബാലൻസ് തെറ്റിയിട്ടുമല്ല ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടത്. ഞാൻ 4 മദ്യപാനെ രക്ഷിക്കണമെങ്കിൽ എന്റെ വീട്ടിൽ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു ബാലൻസ് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ നടക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് തന്നെ ഇതിലേക്ക് വരണം. എന്തിനാണ് എന്റെ മോട്ടീവ് എന്താ? ആ മോട്ടീവിൽ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞത്. ലൂക്ക 1 കൊട്ടേഷൻ പറയാൻ പറ്റും. ഞാൻ മറന്നുപോയി. ലൂക്ക 1:4-35. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അടിച്ചമർത്തവരുടെ സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വാസവും പ്രഖ്യാപിക്കാവുന്ന തമ്പുരാന്റെ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതൊരു സർവീസാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ലീഡർ ആവുന്നതെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ട വേർഡ് എന്താണ്? ലീഡർഷിപ്പ്. അതിനെ പറയുന്നത് മോസ്റ്റ് ഒബ്സർവ് ബട്ട് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ഫിനോമിന ഇൻ ദ വേൾഡ് ഈസ് ലീഡർഷിപ്പ്. മോസ്റ്റ് ഒബ്സർവ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് ഫിനോമിന. ഒരുപാട് മനുഷ്യർ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച വളരെ ചുരുക്കം മനുഷ്യർ മാത്രം ഉൾക്കൊണ്ട് മനസ്സിലാക്കിയ പ്രതിഭാസത്തിന് പറഞ്ഞ പേരാണ് ലീഡർഷിപ്പ്. ശരിക്കും ഇരുനാട്ടിലെ മധ്യവർഗ സമിതിയുടെ ലീഡറാണ് KF ബാബുമാഷ. ഇപ്പൊ എന്തുകൊണ്ട് KF ബാബുമാഷ എന്ന് പറയാൻ കാരണം ആ ലീഡർഷിപ്പിനെ പറയുന്ന പേരാണ് പൊസിഷണൽ ലീഡർഷിപ്പ്. 2 ലീഡർഷിപ്പ് ഉണ്ട്. നമ്മുടെ തെറ്റിദ്ധാരണകൾ മുഴുവൻ കിടക്കുന്ന ഇവിടെയാണ്. പൊസിഷണൽ ലീഡർഷിപ്പ് പറയും. പൊസിഷണൽ പൊസിഷണൽ ലീഡർഷിപ്പിലുള്ള ആൾക്കാരാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഫൊറോന പ്രസിഡന്റ്, ഫൊറോന കൗൺസിലർ. ഇതൊക്കെ പൊസിഷണൽ ലീഡർഷിപ്പ് വരുന്ന ആൾക്കാരാണ്. ഫങ്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്.
അത് ഈ ഭൂമിയിൽ ജനിച്ച് ജീവനുള്ള ഒരാൾക്ക് ഇന്നലെ ജനിച്ച് വീണ കുഞ്ഞിന്റെ ഞരക്കം മുതൽ 97 വയസ്സിൽ മരണക്കിടക്കയിലേക്ക് പോകുന്ന അപ്പാപ്പന്റെ ഞരക്കം വരെ ലീഡർഷിപ്പിന്റെ സയൻസാണ്. എന്ന് വെച്ചാൽ അവരൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ ഒരു ഇന്നലെ ജനിച്ച കുഞ്ഞ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഞരക്കം. 97 വയസ്സായ വല്യപ്പൻ ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറയാമോ എന്നുള്ളതാണ് ആ ഞരക്കം. ഇതൊക്കെ ലീഡർഷിപ്പാണ്. അതിന് പറഞ്ഞ പേരാണ് ഫങ്ഷണൽ ലീഡർഷിപ്പ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലീഡർഷിപ്പ്. അപ്പൊ ലീഡർ ആരാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ലീഡേഴ്സാണ്. മധ്യസഭയുടെ ലീഡറായ വലിയൊന്നുള്ളതാണ്. എല്ലാത്തിനും എല്ലാ മേഖലയിലും ലീഡർഷിപ്പാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ലീഡർഷിപ്പ് എത്ര കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടിയാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും നിങ്ങളുടെ പ്രവർത്തന മേഖല സാമൂഹ്യ ലൈഫിലും ഭയങ്കര വളർച്ച ഉണ്ടാകും. അതിനെതിരെ കിട്ടുന്ന പ്രശ്നമാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ 10 ആളെ കൂട്ടിപ്പിടിച്ചു ഞാനിങ്ങനെ അതല്ല, അതിന്റെ പ്രതിഫലം തന്നെ തമ്മിലായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നവചേതനയിൽ വന്ന് വർക്ക് ചെയ്ത 1999-2000 കാലഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ മദ്യപന്മാരുടെ വീടുകളിൽ അവരുടെ ഫോളോ പ്രോഗ്രാമിന് പോവുകയും അവരുടെ മക്കൾക്ക് വേണ്ടി നമ്മളിവിടെ നടത്തുന്ന ഒരു പ്രോഗ്രാം, ഈ ടീമിന് ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം 2000 ചെയ്തിരുന്നു. സ്റ്റീഫൻ ചെറുപ്പുറത്ത് അച്ഛൻ അന്ന് ഇപ്പൊ ബിഷപ്പാണ്, അദ്ദേഹം ഡയറക്ടർ ആയിരുന്ന സമയത്ത് നമ്മളിവിടെ ഒരുപാട് ചർച്ച നടത്തി തീരുമാനിച്ച ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ഡയർ, ഡ്രഗ് ആൻഡ് ആൽക്കഹോളിക് റെസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നാണ് ആ അതിന് ഫുൾ ഫോം. ഡയർ ചെയ്യാമെന്ന് മുതിരുക ഭയങ്കര ചലഞ്ചിങ് ആയ വേർഡാണ് ഡയർ. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്നാട് രൂപതയിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രോഗ്രാം ചെയ്തത്. നമ്മൾ ഒരു തവണ നാളെ പള്ളിയുടെ തൊട്ടപ്പുറമുള്ള CUC ഓഡിറ്റോറിയത്തിൽ അന്നത്തെ MP, MLA നാളേക്കുള്ള എല്ലാ ആൾക്കാരും വിളിച്ചു കൂട്ടി 1200 കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് CUC ഓഡിറ്റോറിയത്തിൽ. ഇന്നും എൻ്റെ അതിന്റെ ഫോട്ടോഗ്രാഫ്സ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ രൂപത മൊത്തം കാടളക്കണ പോലെ ആക്കി കോളേജിലെ സ്കൂളിലെ കുട്ടികളെ വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ അവർക്ക് അവയർനെസ് കൊടുക്കുന്ന, അവരിൽ നിന്ന് മാറി നിൽക്കാൻ എങ്ങനെ മാറി നിൽക്കും, എങ്ങനെ ഒരു സേഫ്, ഈ വാക്കിന് ഭയങ്കര മീനിങ് ഉണ്ട്, നമുക്ക് വിശദീകരിക്കാം. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെ അതൊരു മേഖലയായിരുന്നു. മുതിർന്നവരിൽ മാത്രം ഒതുങ്ങിയിട്ട് ഈ പരിപാടിക്ക് ഇമ്പാക്ട് ഉണ്ടാകുന്ന നിങ്ങൾ കരുതാൻ പാടില്ല. അപ്പൊ സേഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സേഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഫ്രീ എൻവയോൺമെന്റ്, അതാണ് സേഫ്. ഒരു കുട്ടി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആ കുട്ടി സബ്സ്റ്റൻസ് അബ്യൂസ് ഫ്രീ എൻവയോൺമെന്റിലാണോ എന്നാണ്. അതായത് സബ്സ്റ്റൻസിൽ വരുന്ന ഒരു സാധനമാണ് മദ്യം, മറ്റൊരു സാധനമാണ് ലഹരി. സബ്സ്റ്റൻസ് അബ്യൂസ് ഫ്രീ എൻവയോൺമെന്റിലാണോ ഈ കുഞ്ഞ്? നിങ്ങളുടെ മകൻ സേഫ് ആണോ? നിങ്ങളുടെ മകൾ സേഫ് ആണോ? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ സേഫ് ആണോ? സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കാൻ വേണ്ടി പറയാം. എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി 6ൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ആ സ്കൂളിൽ തന്നെ +1 പഠിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ തന്നെ അപ്പുറം 2 കെട്ടിട്ടാണ്. +1 പഠിക്കുന്ന ചേച്ചി ഒരു ദിവസം ഒരു പേന കൊടുത്തുള്ളൂ. മോളെ ഈ പേന നീ പോകുമ്പോ നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സിജു ചേട്ടന് കൊടുക്കണോ? അവളത് കാര്യം ചോദിച്ചു. അവള് സിജു ചേട്ടന് പേന കൊടുത്തു. 6ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത്രേ അറിയുള്ളൂ. അവൾ പേന കൊടുത്തു. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഈ +1 ചേച്ചി 6ൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ പേന കൊണ്ടുപോയി. അപ്പോഴൊക്കെ അവളെ പേന ബാഗിൽ വെച്ച് സിജു ചേട്ടന് പോകും. ഒരു സാങ്കേതിക പേന ഒറിജിനൽ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസം ഇവൾക്ക് പേന കൊടുത്തു ചേച്ചി. അവൾ പേന വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് അന്ന് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അമ്മയുടെ ആങ്ങള, അവളുടെ അങ്കിൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ ഒരു 2:45 തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാർ വണ്ടി ഓടിപ്പിച്ച് സ്കൂളിൽ ചെന്ന് HMനെ കണ്ട് ഇവളെ സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ സ്കൂൾ 4 മണി വരെ വെയിറ്റ് ചെയ്യാതെ വണ്ടി കയറ്റി അവളെയും കൊണ്ട് മരണവീട്ടിലേക്ക് പോയി. അപ്പൊ ഇവൾക്ക് ഇടാനായിട്ടുള്ള 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയി. നമ്മളൊക്കെ കുട്ടികളൊക്കെ പോയി തന്നെ. അങ്ങനെ അവളവിടെ പോയി മരണവീട്ടിൽ ചെന്നു. അന്ന് അവിടെ താമസിച്ചു. ഒരു പിറ്റേ ദിവസമാണ് ഫ്യൂണറിൽ കഴിഞ്ഞിട്ട് അന്ന് തിരിച്ചു പോകുന്നില്ല. കാരണം ആ വീട് വളരെ തകർന്നുമായതുകൊണ്ട് ഇവർ അങ്ങനെ ഞങ്ങൾ 10-ാം കൂടിയാണ് അവിടെ നിശ്ചയിച്ച് ചെയ്തത്. അപ്പൊ എന്താ വെച്ചാല് അന്ന് രാത്രി ഒരു 7:45 ഈ സിജു എന്ന് പറയുന്ന കഥാപാത്രം ഈ കുട്ടിയുടെ വീട് അന്വേഷിച്ചു വന്നു. കോളമ്പിൽ അടിച്ചപ്പോൾ ആരെയും കാണാനില്ല. അവൻ തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വന്നു. അവൻ കോളമ്പിലേക്ക് കഥകളും കുട്ടി ചുറ്റും നടന്നു. ആകെ തലയൊക്കെ മാന്തിപ്പോയി. വേറെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് അവൻ അവിടെ വന്ന് ആകെ പ്രാന്ത് പിടിച്ച പോലെ പെരുമാറാൻ തുടങ്ങി. അവന് കല്ലെടുത്ത് വലിച്ച് ഗ്ലാസും വരുന്നു, ജനൽ ഗ്ലാസും പൊട്ടി വീഴും. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി അവൻ പിടിച്ചു. പോലീസ് വന്നു. അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്, ഈ 6ൽ പഠിക്കുന്ന പെൺകുട്ടി കുറേ ദിവസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ട് അവളൊരു ഡ്രഗ് കാരിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവള് കൊണ്ടുപോയ പേന
പേന ടോപ്പുള്ള പേനയില്ലേ, ഇപ്പോഴത്തെ പേനകളല്ല, നമ്മൾ ടോപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പിന്റെ പകുതി ഭാഗം ശരിക്കും ഡ്രഗ്സ് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഹോമിയോ മരുന്ന് മേടിക്കുമ്പോൾ ആ ഗുളിക എന്ന് പറയണം, അതിന് വലിപ്പം നേരെ മനസ്സിലുണ്ടായിരുന്നു. ഹോമിയോ ഗുളികയുടെ കാര്യമല്ല പറയണത്, അതേ വലിപ്പത്തിൽ കുഞ്ഞു മണികൾ ഒരു 30 എണ്ണം ഈ പാനിലുണ്ട്. അപ്പൊ അവള് 30 ദിവസത്തേക്കുള്ള മെഡിസിൻ ഡ്രഗ്സ് ആണ് ഇവർ കൊടുത്തിരുന്നത്. എത്ര ദിവസത്തേക്ക് കൃത്യം അറിയില്ല, ഒരു പക്ഷേ 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ 30 ദിവസത്തേക്കോ, പഠനം വെച്ചാണെങ്കിൽ 30 ദിവസത്തേക്ക് അവനെ നാവിനടിയിൽ വെച്ച് ആ മയക്കത്തിലാണ് അവന്റെ ഡ്രഗ് യൂസേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അവന് കിട്ടിയില്ല, അവന്റെ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗമാണ് അവന് ഈ വെള്ളത്തിൽ ഉണ്ടാക്കിയത്. അന്നാണ് അറിയുന്നത് ഈ 6ാം ക്ലാസ്സുകാരി ഒരു കാനഡനായിരുന്നു. ഇത് ഒരു ഭാഗം. മറുഭാഗം നമ്മുടെ കുട്ടികളിൽ ലൈൻ ബസ്സിലൂടെ പോകും. ഞാൻ ഇതിന്റെ ഈ വിഷയത്തിന്റെ വ്യാപ്തിയാണ് നിങ്ങൾക്ക് പറയാം. ലൈൻ ബസ്സിലൂടെ പോകും. ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു കുട്ടി കയറുകയാണെന്ന് വിചാരിച്ചു. ഞാനിപ്പോ മറ്റു ഡീറ്റെയിൽസ് പറഞ്ഞില്ല. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 4 വർഷം മുമ്പ് ഉണ്ടായ സംഭവമാണ്. ഒരിടത്ത് പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കൂടി സംയുക്തമായിട്ട് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. NH-ലാണ് ചെക്കിങ് നടത്തി, എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബസ് ചെക്ക് ചെയ്യുന്നു, ബസ്സിലുള്ള എല്ലാവരുടെയും ലഗേജസ് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന ഒരു 7ാം ക്ലാസ്സുകാരുടെ ബാഗിൽ നിന്ന് ഏകദേശം 280ഓളം ഗ്രാം ഡ്രഗ്സ് കിട്ടുന്നു. പിന്നെന്തുണ്ടാവും അവിടെ? അത് എന്റെയും നിങ്ങളുടെയും മകളാണ്. അവള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് നമുക്കറിയാം. അവള് ഈ സാധനം കൊണ്ടുനടക്കുന്ന ആളല്ലെന്ന് അറിയാം. അവൾ ആർക്കും കൊടുക്കുന്ന ആളുമല്ല എന്നറിയാം. പക്ഷെ അവളുടെ ബാഗിൽ നിന്ന് സാധനം കിട്ടുന്നത് 280 ഗ്രാം, വലിയ ക്വാണ്ടിറ്റി, കോടിക്കണക്കിനുള്ള സാധനം. ഇനി എന്ത് ചെയ്യും നമ്മൾ? ഈ കുട്ടീനെ സേവ് ചെയ്യാം. ആര് പറഞ്ഞാലും ഇവര് സമ്മതിക്കാൻ പറ്റില്ല, പരസ്യം. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ പറയാം. എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ ബസ്സിൽ കയറുന്ന ഒരു ഡ്രഗ് കാരിയർക്ക് ഈ ബസ്സിൽ കയറുന്ന കുട്ടികളുടെ യൂണിഫോം കണ്ടറിയാം ഈ കുട്ടി എവിടെ ചെന്നിറങ്ങാനുള്ളതാണ്. ഇപ്പൊ ആളുകൾ കയറുന്ന കുട്ടി LF-ലെ യൂണിഫോം നമുക്കറിയാം, ഡോൺ ബോസ്കോയിലെ യൂണിഫോം അറിയാം, അല്ലെങ്കിൽ RMHS-ലെ യൂണിഫോം അറിയാം, നമുക്ക് കയറുന്നറിയാം. അപ്പൊ അവര് സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിരുന്ന ഒരു മാർഗം കുറെ കാലങ്ങളായിട്ട്. അന്ന് മാത്രമാണ് അതിന് തടസ്സം ഉണ്ടായത്. അവരെന്താ വെച്ചാൽ അവര് ഏറ്റവും കൂടിയ ദൂരത്തേക്കുള്ള കുട്ടി, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു എക്സാമ്പിൾ കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചേട്ടാ, സ്ഥലം ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് അങ്ങനെ വാളാനപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയിൽ കയറി ഏറ്റവും അറ്റത്ത് 10-17 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള 12 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി, ആ യൂണിഫോമിന്റെ കുട്ടികളുടെ അടുത്ത് അവർ പോയി നിൽക്കുകയും ആ ബസ്സിലെ യാത്രയുടെയും തിരക്കിന്റെ ഇടയിൽ വളരെ ഭംഗിയായിട്ട് ആ ബാക്ക് പാക്കിന്റെ ബാക്കിൽ ഏറ്റവും ഔട്ടർ സിപ്പ് തുറക്കുകയും അതിനുള്ളിൽ ഈ സാധനം വെച്ച് വളരെ കൂളായിട്ട് പോസ്റ്റിൽ അവിടെ നിൽക്കുകയും ചെയ്യും. എന്താ അവർക്ക് നേട്ടം? അവർക്ക് ഒരു 10-16 കിലോമീറ്ററോളം അവർ സേഫാണ്. കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചാൽ അവരെ പിടിക്കില്ല. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ആ സ്കൂളിൽ എവിടെയാണ് അവർ ഇറങ്ങുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്നത് നമ്മളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു ബസ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ വണ്ടിയിൽ കുട്ടി ഇറങ്ങുന്ന സ്റ്റോപ്പിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് മുതൽ ഇവർ ശ്രമം തുടങ്ങും. കാരണം ആ സമയത്ത് ഓടിച്ചൊന്ന് മോളെ നിന്നെ ബാഗ് എടുക്കട്ടെ എന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ വളരെ നേരത്തെ അവർ ശ്രമം തുടങ്ങി. അവർ വളരെ സേഫ് ആയിട്ട് ആരുടെയും ശ്രദ്ധപ്പെടാതെ ഈ സാധനം അവർ തിരിച്ചെടുക്കും. അന്ന് പോലീസ് ഇത്രയും ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ട് എങ്ങനെയോ ലീക്ക് ചെയ്ത ഇൻഫോർമേഷൻ ഇത്രയും ഗൗരവമായിട്ട് ചെക്ക് ചെയ്തു. ഈ കുട്ടിയുടെ ബാഗിൽ ആ ബസ്സിൽ കൃത്യമായിട്ട് ക്യാമറ സംവിധാനത്തിൽ കിട്ടാവുന്ന സ്ഥലത്താണ് കുട്ടി നിന്നിരുന്നത് എന്നതുകൊണ്ട് മാത്രം ആ കുട്ടി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടില്ല. നമുക്കൊക്കെ പോയി കരയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കുട്ടി പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്നിടത്ത് പോലും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ഇടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. ഒരു കുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടിക്ക് പോലും ബോധവൽക്കരണം ആവശ്യമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരു കുട്ടി ബാഗ് തൂക്കി നിൽക്കുമ്പോൾ എങ്ങനെ അലർട്ടായിട്ട് നിൽക്കണം? ബാഗ് ഇരിക്കുന്ന ചേച്ചിമാരെ ചേട്ടന്മാരുടെ കയ്യിൽ കൊടുത്ത് ഭാരം ഒഴിവാക്കി നിൽക്കാൻ പാടില്ല, അത് അപകടത്തിലേക്ക് നയിക്കാം എന്ന് പറയുന്നിടം വരെ വ്യാപ്തിയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മദ്യപിക്കുന്നവരുടെ മദ്യപാനം നടക്കാതിരിക്കാൻ വേണ്ടിയോ മദ്യത്തിന് ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, യാത്ര ചെയ്യുന്നിടത്ത് അപകടം വരാതിരിക്കാൻ വേണ്ടി കൂടി പഠിപ്പിക്കേണ്ട അത്ര വ്യാപ്തിയുണ്ട് ഈ വിഷയത്തിൽ. ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ച് നാളെ മുതൽ നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആവാമെന്ന് വിചാരിക്കരുത്. ഇത് കണ്ടിന്യൂസ് ലേണിംഗ് ആവശ്യമുള്ള ഒരു മേഖലയാണ്. പക്ഷെ എവിടെന്നെങ്കിലും തുടങ്ങിയാൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. ഇത് ഭയങ്കര ആഴത്തെത്തുണ്ട്. സ്റ്റാമ്പ് നാവിന്റെ അടിയിൽ വെക്കാനുള്ള സ്റ്റാമ്പ് ഒരു സ്ലിപ്പായിട്ട് കൊടുത്തിട്ട് അത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തട്ടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ കയറി ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു 30 ദിവസം ആക്രമണത്തിൽ എല്ലാവരും വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. 2 എക്സ്ട്രീം മാത്രം പറഞ്ഞിട്ട് ആ പോയിന്റ് വരുവാണ്. ഞാൻ പറഞ്ഞു പറയുന്നത് നമ്മൾ പറയുന്ന വിഷയം
നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരിച്ച് ഞാൻ പേപ്പറ്റിലേക്ക് വരാം. അപ്പോൾ പേപ്പറ്റി കഴിച്ച ആളെ ആശുപത്രിക്ക് കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോകണേ പോലും പ്രിപ്പയർ ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ടെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ മദ്യപാനിനെ തിരിച്ചു പിടിക്കുന്നിടത്ത് ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിപ്പറേഷൻ എടുക്കണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. എപ്പോൾ, എങ്ങനെ, ആരെ മുന്നിൽ നിർത്തി, നമ്മുടെ മുന്നിൽ നിന്ന് ഏത് വിധത്തിൽ, ഏത് സമയത്ത്, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ പേപ്പറിലേക്ക് അടിച്ച ആശുപത്രിക്ക് ഇത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഇതിൽ പട്ടിണി കണ്ടുപിടിക്കണം, അതിന് നിർമ്മാർജ്ജനം ചെയ്യണം ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. അതിപ്പോ നാളെ തന്നെ നമ്മളെ കരുതി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഉപകരണം എല്ലാ പട്ടണവും അടച്ചുപൂട്ടുകയും എല്ലാ ബാധകൾക്കും നാളെ കഴിയുകയും ചെയ്യില്ല. നിങ്ങൾക്കും എനിക്ക് അറിയാം. പക്ഷെ അങ്ങനെ സാധനം ഉണ്ട്. ഈ പട്ടി അവിടെ നിൽക്കുന്നിടത്തോളം നമുക്ക് ഇഷ്ടംപോലെ പേപ്പട്ടി കളിച്ച ആൾക്കാർ ആശുപത്രി കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്താ ഇത്ര കേൾക്കണം എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. ചുമ്മാ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കട്ടോ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഗൗരവമായിട്ട് ചിന്തിച്ച് പൊട്ടി തെറിച്ച് ഇല്ലാണ്ടായിപ്പോ. ഓക്കെ. അപ്പോൾ പേപ്പട്ടിനെ കടിച്ച ആളെ കൊണ്ടുപോകണം. ഈ സാധനം നിർമ്മാർജ്ജനം ഇതിന്റെ ലഭ്യത പറയണം. ആൽക്കഹോളിന്റെ പ്രോക്സിമിറ്റി, ലഭ്യത ഈ മേഖലയിൽ പ്രോബ്ലം ജനറേറ്റ് ചെയ്യുന്നതിൽ നിർണായക ഘടകമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ആ മേഖലയിൽ എന്താ ചെയ്യാൻ പറ്റാം? നമുക്ക് ചെറിയ സാധ്യതകളാണ് ഉള്ളത്, എങ്കിലും അങ്ങനെ ഒരു മേഖലയുണ്ട്. 3, അപ്പൊ പേപ്പറ്റിനെ പിടിച്ചു പണിക്കാരി ഉണ്ടാകുന്ന ആശുപത്രി കഴിഞ്ഞ പകടി. എനിക്കിതിന് പറ്റിയ ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇന്നലെ മുതൽ തലപകൽ ആലോചിച്ചിട്ട് കണ്ടെടുത്ത ഒരു എക്സാമ്പിൾ ഉണ്ട്. കഴിഞ്ഞോ? പ്രവർത്തനം കഴിഞ്ഞോ? വേറെ എന്തെങ്കിലും ചെയ്യാമോ? ചികിത്സിക്കണം. അപ്പൊ അയാൾക്ക് ചികിത്സ കൊടുക്കണം. അപ്പൊ ചികിത്സ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏത് ഡോക്ടറെ കാണിക്കണം? ഏത് ഡോക്ടറെ കാണിക്കണം? ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം? എവിടെ പോയാലും നല്ല ചികിത്സ കിട്ടാം. എവിടെ പോയാലും ഇവർ ഇതിൽ നിന്ന് എന്താ പറയുക, ഗുരുതരാവസ്ഥ പിന്നിട്ട് വേഗത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അത്രയും വ്യക്തത അതിനകത്ത് വേണം. അത് നമ്മുടെ അറിവ്, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വരുന്നതാണ്. ഇപ്പൊ 2 ഏരിയ കഴിഞ്ഞു. അപ്പൊ പേഷ്യന്റ് അവിടെ നിൽക്കട്ടെ, പട്ടിനെ പിടിച്ചു, തീർന്നോ? ഈ പട്ടി വേറെ പട്ടികളെ കടിച്ചിരുന്നോ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ പട്ടിനെ പിടിച്ചിട്ട് 6-7 പട്ടികൾ ഗ്രാമം, വില്ലേജ് മൊത്തം ആൾക്കാരെ കടിക്കും മേലുള്ളിൽ. അപ്പൊ പട്ടി കടിച്ച് ഇൻഫെക്റ്റഡ് ആയ പട്ടികളെ കണ്ടുപിടിക്കും. ഒരു മദ്യപാനി ശരിക്കും വെറുതെ ഇങ്ങനെ ഒരാൾ വെറുതെ ഇങ്ങനെ ചമ്മണം പറഞ്ഞത് മദ്യം കുടിക്കുന്നതോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോയിട്ടാണ് മദ്യം കുടിക്കണേ എന്നാണോ നിങ്ങളുടെ കരുതൽ എങ്ങനെയാണ് ചിന്ത? വെറുതെ ഇപ്പൊ നമ്മൾ ഇരിക്കണ ചുമ്മാ ഇരിക്കണം, ഒന്ന് മദ്യം കഴിക്കണോ എന്ന് തോന്നിയിട്ട് ഇറങ്ങി പോയിട്ട് ഇയാൾ മദ്യം കഴിക്കണതാണോ? പലപ്പോഴും അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല. അപ്പൊ അയാളെ എങ്ങനെയായിരിക്കും ഇതിലേക്കൊക്കെ എത്തിപ്പെടണേ? പലപ്പോഴും കൂട്ടുകെട്ടിൽ നിന്നാണ്. അപ്പൊ പട്ടിനെ കടിക്കുന്ന പറഞ്ഞ കോണ്ടക്സ്റ്റ് നമുക്ക് ആയി ഇല്ലേ? ഒരു മദ്യപാനിയുടെ ജംഗ്ഷനുമായിട്ട് അടുത്ത മദ്യപാനി, പിന്നെ തക്കാളമായി വലിയ കണ്ടക്ഷനുള്ള മദ്യപാനികൾ വരും. അപ്പൊ ഇതിന്റെ ചെയിൻ, ഇതിന്റെ ഉള്ളിൽ കണക്റ്റിംഗ് ലിങ്കുകൾ ഒരുപാടുണ്ട്. ഇതിനുള്ളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല. മദ്യപാനിയെ നോക്കണം, ആ മദ്യപാനത്തിന്റെ ലഭ്യതയിലേക്ക് വരണം, മദ്യപാനം വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കണം, അത് അയാളുടെ ഫാമിലിനെ അഫക്ട് ചെയ്യും. അപ്പൊ അയാളുടെ ലൈഫ് പാർട്ണർ, മക്കള്, അതൊരു വലിയൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മദ്യപാന ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മദ്യപാനം എന്ന് പറഞ്ഞൊരു രോഗമാണ്. അതൊരു വ്യക്തിപരമായ രോഗമാണ്, അതൊരു ഫാമിലി രോഗമാണ്, ഫാമിലിയെ മൊത്തത്തിൽ ബാധിക്കും. ഒരു സാമൂഹ്യ രോഗമാണ്, സമൂഹത്തെ ബാധിക്കും. അതൊരു ആത്മീയ രോഗമാണ്. ദൈവത്തിനെതിരായിട്ട് അവൻ 100% 1-ാം സ്ഥാനം മദ്യത്തിനാണ്. ഇത് പല ഡയമെൻഷനുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള രീതിയിൽ മാത്രം ഇടപെടാൻ പാടില്ല. നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു കൊടുക്കണം, നമ്മൾ ശരിക്കും ആത്മീയമായിട്ട് നല്ല ബലം ഉണ്ടാകണം ഒരു വശത്ത്. മറുവശത്ത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ എല്ലാ പരിചകളും എടുത്തണിയണം. ഇത് എപ്പോഴാണ് നമ്മുടെ മദ്യപാനിയുടെ ഒരു ഇന്റർവെൻഷൻ ടെക്നിക്സ് എന്ന് പറയും. ഒരു മദ്യപാനിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാ സംസാരിക്കേണ്ടത്, അവൻ ഏത് സമയത്ത് പോയി സംസാരിക്കണം, എപ്പോ പോയി സംസാരിക്കണം. നമ്മുടെ പിള്ളേർക്ക് പോലും എപ്പോഴാണ് സംസാരിക്കണമെന്ന് അറിയാം. ഇപ്പൊ എന്റെ വീട്ടില് രോഹൻ പോയോളൂ, ഞാൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ, രോഹനെ കുഴപ്പമില്ല, മാർച്ച് മാസത്തിൽ പരീക്ഷകൾ വന്നിരുന്നത് എപ്പോഴാണ് അറിയാവുന്നത്. അതായത് 9-ാം ക്ലാസ്സുകാരുടെ 8-ാം ക്ലാസ്സുകാരുടെ പരീക്ഷയുടെ 90% SSLC പരീക്ഷയ്ക്ക് മുമ്പും പിന്നെ SSLCക്കാരുടെ പരീക്ഷ മൊത്തം കഴിഞ്ഞിട്ട് 2 പരീക്ഷ വരും. മക്കളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ മനസ്സിലാവും. അപ്പൊ ഈ SSLC പരീക്ഷ തുടങ്ങിയപ്പോൾ ഇവർക്ക് 10-15 ദിവസം ഫ്രീ ആയി. അപ്പൊ ഇവര് നടക്കുന്നത് വെക്കേഷൻ ആരംഭിച്ച പോലെയാണ്. നമുക്കാണെങ്കിൽ സമാധാനങ്ങളാണ്. അപ്പൊ ഞാൻ ഇവനെ ഇളയവനേക്ക് വിളിച്ച് ഞാൻ പരീക്ഷ കഴിഞ്ഞില്ല, നീ നടക്കല്ലേ, വെക്കേഷൻ അല്ലത് എന്നൊക്കെ പറഞ്ഞു ചൂടാവും. അങ്ങനെ ഒരു ദിവസം മാർച്ച് മാസത്തിൽ
ഒരു 18 മറ്റോണം എനിക്ക് ഈ വിമലയിൽ ഒരു മാഡം എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇവർ രണ്ടുപേരും കൂടി ഇതിന്റെ പിന്നാലെ ഒരു അക്കൗണ്ടി സ്ഥാപകനുണ്ട്, അവനെ എനിക്ക് പറഞ്ഞില്ല. അപ്പോൾ 2ാം ക്ലാസ് ചേട്ടൻ പോണത്തൊക്കെ ലക്ഷ്യമില്ലാണ്ട് പിന്നാലെ പോണ സാധനമാണ്. അപ്പൊ അക്കൗണ്ടി സ്ഥാപകനും ഇവരും കൂടി ഓടി വാങ്ങും ഓഫീസിൽ വിളിക്കുന്നു. അപ്പൊ ഞാൻ ഈ മാഡമായിട്ട് എന്താ ഓക്കെ മാഡം നമുക്ക് 15 വന്നിട്ട് തീരുമാനിക്കാം. നിങ്ങൾ മിണ്ടാൻ പറ്റില്ല എന്നോട്, മിണ്ടലും വിടാം. ഇവർ പോയി ഏകദേശം ഒരു മിനിറ്റോ അല്ലെങ്കിൽ 1.5 വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു അപ്പൊ ഈ വളരെ ഗൗരവമായി സംസാരം കൊണ്ടിരിക്കണം ഫോണിൽ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം അറിയാമല്ലോ 10 മണിക്ക് ഫിക്സ് ചെയ്തോ, 10 മണി 10 അപ്പൊ നമ്മളെന്താ ആകെ അസ്വസ്ഥപ്പെട്ടോ അതിന് പോയി ഫോൺ വിളി കഴിഞ്ഞു. ഞാൻ ആദ്യം നോക്കിയിട്ടുണ്ട് ഇവരെ രണ്ടെണ്ണം കാണില്ല. അപ്പൊ എങ്ങനെ വഴക്ക് എടുത്ത് പിള്ളേര് പോയി അവിടെ തറവാട്ടിൽ പോയി. അപ്പൊ അവന് യോഹാന് നാളെ കഴിഞ്ഞ് പരീക്ഷ പോകണല്ലേ. അതല്ലേ ഞാൻ അപ്പനോട് ചോദിക്കുന്ന പോലെ കിട്ടുന്നായിരുന്നില്ലാണ്ട് എന്റെ ഭാര്യ. അപ്പൊ അപ്പൻ നിങ്ങളെ കാണിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞു പൊക്കോളം പറഞ്ഞു പറഞ്ഞവര് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ അപ്പൻ ഫോൺ വിളിക്കുന്നതിന്റെ വല്ല പറഞ്ഞാൽ നീ ഒന്നുകൂടി പോയി ചോദിക്കാൻ പറഞ്ഞു. അവരൊന്നുകൂടി ചോദിക്കാൻ പറഞ്ഞു അപ്പൻ ഇങ്ങനെ കാണിച്ചേ. അപ്പൊ അവര് പോയി. ഇപ്പൊ ഭാര്യ സേഫായി, ഭർത്താവ് പ്രതിയായി. പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മള് പാരന്റ് എന്ന നിലയിൽ ക്യുക്കിലാണ് ക്യുക്കിലാണ് പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് നടത്തണം. അതിന് ഉച്ചയ്ക്ക് ഒരു നോക്കും വന്നു ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ഇന്നും 1:10 ഈ വീട്ടിൽ ഒരു നിയമം. അതായത് അപ്പനോ അമ്മയ്ക്കോ ഫോൺ കോൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് വന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം നോ എന്നായിരിക്കും. നിനക്ക് അനുവദിക്കാവുന്ന കാര്യമാണെങ്കിൽ നോ എന്നായിരിക്കും. അല്ലെങ്കിൽ യു ഷുഡ് വെയിറ്റ്, കോള് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിനക്ക് അസുഖം കോള് വരുന്ന സമയത്ത് ഓടി വന്നിട്ട് പറഞ്ഞ റെഡിയില്ല അതിന് ഉത്തരം നോ എന്നായിരിക്കും. പ്രിയമുള്ളവർ അന്ന് മുതൽ ഇന്ന് വരെ ഈ 2025 ജൂൺ വന്നിട്ട് ജൂൺ മുതൽ 2024 ജൂൺ അവസാനിച്ച് ജൂലൈ വരെ പിന്നീട് ഇവർക്ക് ആർക്കും ഫോൺ വിളി വന്ന സമയത്ത് ഒരു ആവശ്യങ്ങളും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് പോലും അറിയാം നമ്മളോട് എപ്പോ പറയണം എന്ന്. മനസ്സിലായോ? ഒരു കുട്ടിക്ക് പോലും അറിയാം ഒരു അപ്പനോട് എപ്പോ പറയണം, അമ്മയോട് എപ്പോ ചോദിക്കണം, ടീച്ചറോട് എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞാൽ എപ്പോ പോയാലും ഇത് നടക്കാമെന്ന് അവന് പോലും അറിയാം. അവന് പോലും വ്യക്തതയുണ്ട് അവൻ എങ്ങനെ സമീപിക്കണം, എപ്പോ സമീപിക്കണം, എന്ത് മെത്തേഡ് ഉപയോഗിക്കണം എന്ന്. മുതിർന്നവരായ നമുക്ക് ഇത്രയും ഗൗരവ സ്വഭാവമുള്ള പ്രവർത്തന മേഖലയിലും ഈ ധാരണ വേണം. ഒരു മദ്യപാന്റെ വീട്ടിൽ എപ്പോ പോകാം, എപ്പോൾ പോകരുത്, ഒരു മദ്യപാനിനെ എവിടെ വെച്ച് കാണാം, എവിടെ വെച്ച് കാണരുത്, ഒരു മദ്യപാനോട് എപ്പോ സംസാരിക്കാം, എപ്പോ സംസാരിക്കരുത്, ഒരു മദ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിനെ എപ്പോഴാണ് നമ്മൾ സമീപിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, നമുക്ക് ഒഴിവുള്ള സമയത്തല്ല, അവിടെയുള്ള ആളെ എപ്പോൾ കാണുന്നതാണ് ഒരു തീരുമാനം ഉണ്ടാകാൻ നല്ലത്. അത് നമ്മൾ എങ്ങനെ കാണാൻ പോകണം, എങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും സ്വീകാര്യത കിട്ടാൻ നല്ലത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ള അറിവിനെയാണ് ക്ലാരിറ്റി എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലേക്കും ഈ ക്ലാരിറ്റി വരുമ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പ്രവർത്തക എന്ന നിലയിൽ മികച്ച വ്യക്തിയാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ മേഖല തന്നെയല്ല എല്ലാ മേഖലയിലും യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾ മികച്ച സംഘാടകനാവും, മികച്ച സംഘാടകയാവും. അവരുടെ കാര്യത്തിന് പുറകെ നടക്കും. കാരണം അത് പറയുന്ന രീതി, അവതരിപ്പിക്കുന്ന രീതി, സമീപിക്കുന്ന രീതി, സംസാരം, പെരുമാറ്റം, പ്രതികരണം, ഇതിലൊക്കെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല. നിങ്ങൾ അത്രമാത്രം പ്രിപ്പയർഡ് ആയി അത്രമാത്രം നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് പറയുന്നത്, വളരെ ജെനുവിൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്, എംപത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്ത സ്ഥിതി വരും. ഒരു വാക്ക് മാത്രം അഡീഷണൽ പറയാണ്. ഈ അബ്രഹാം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അബ്രഹാം ദൈവത്തെ കൊണ്ടെത്തിച്ചു കൊടുക്കണം. ശ്രദ്ധിച്ചു കേട്ടോ, ഒറ്റ വാദത്തിൽ നിർത്താം. ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് അബ്രഹാം ദൈവത്തെ കൊണ്ടെത്തിച്ചതുകൊണ്ടാണ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത്. ദൈവം എല്ലാം ചെയ്തു, കെട്ടിയിട്ടു ഇസ്ഹാക്കിനെ, അത് കത്തിയിട്ട് നോക്കി, ഇനി കുത്തും, പറഞ്ഞേ ഇനി കുത്തും, ഇനി ദൈവം ഇടപെട്ടില്ലെങ്കിൽ എന്തുണ്ടോ നമ്മുടെ അങ്ങനത്തെ വീട്ടിൽ ചേർന്നല്ല. അബ്രഹാം ഇസ്ഹാക്ക് മരിക്കും, ഇസ്ഹാക്കിനെ കൊല്ലും അബ്രഹാം, അബ്രഹാം കൊലപാതകയോ. അപ്പൊ ഇനി ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റും. ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ. നമ്മൾക്ക് ക്ലാരിറ്റിയും
ആ വ്യക്തത ഉണ്ടായി, അതിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതി പോകണം, ആരെ കാണണം, എങ്ങനെ ഇത് സംഘടിപ്പിക്കണം, എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്തു, എങ്ങനെ ഇത് ഡെലിഗേറ്റ് ചെയ്യണം, വേറെ ആൾക്കാരെ കൂടെ ടീമായിട്ട് പോകണം എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നതോടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ മനസ്സും ശരീരവും ആത്മാവും ഇട്ടിട്ട് പണിയെടുക്കുമ്പോൾ ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ക്രിസ്ത്യാനി ബ്ലസ്ഡ് ആവുക. ഒരു 2099 2000 നവോദയയില് കുട്ടികളുടെ ഡയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമും മുതിർന്നവരുടെ പ്രോഗ്രാം ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പിന്റെ ഗെറ്റ് ടുഗദർ. അതിന് ഞാൻ ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ചയിലാണ് സാന്റോസ് അതിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രോഗ്രാം അവിടെ പോയി ഞാൻ പ്രോഗ്രാം ചെയ്തു കുറേ വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയുള്ള പരിപാടികളിൽ നമ്മൾ സംസാരിക്കുകയും വർത്തമാനം പറയുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വിഷമവും വേദനയും ആത്മനൊമ്പരവും ഈ മനുഷ്യനെ നശിച്ച് തകർന്നില്ലാതാവുന്ന കണക്കുള്ള ഇരിക്കപ്പെടുന്നില്ലായ്മയിലൂടെയാണ് പറയലുകൾക്ക് തീവ്രത വന്നത്. പറയലിന് തീവ്രത ഇല്ലാതെ എങ്ങനെയാണ്? ഈ പോക്ക് പോയ ശരിയാവില്ല എന്ന് പറയാൻ ഉള്ള തീവ്രത ഈ ആത്മനൊമ്പരത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ വന്ന് അതിനുവേണ്ടി ഓടി നടന്ന് പരാക്രമിക്കുന്നതിനിടയിലാണ് ഞാൻ അറിയാതെ ഒരു ട്രെയിനറായി മാറിയത്. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ ഈ നിങ്ങൾ ഇന്ന് ഇരിക്കണ പോലെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്നുള്ള പേരിലല്ലെങ്കിലും പലതും ചെയ്യാൻ വേണ്ടി ഓടി നടന്ന് ഒപ്പം ജീസസ് ഉണ്ട്. രണ്ടും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. രണ്ടിലൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നടന്നിട്ട് ഉണ്ടായ ഒരു സ്പിരിറ്റിലൂടെയാണ് എൻ്റെ ആശയവിനിമയം ക്ലാരിറ്റി വന്നത്. പിന്നീട് ഞാൻ ട്രെയിനിങ് മേഖലയിൽ വന്നു. ഞാൻ 7 വർഷം തിരിച്ചൊരുക്കിയിൽ കേരളത്തിലെ ഇലക്ടഡ് മെമ്പേഴ്സിന്റെ ട്രെയിനിങ് ടീമിൽ അധ്യാപകനായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. CMFRയിൽ ഞാൻ കുറെ കാലം ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. CMFR 4 ബുക്കുകളിൽ ഞാൻ 4 ചാപ്റ്റർ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് എല്ലാ സിനാരിയോയിലേക്കും ഒരു ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനർ എന്ന നിലയിൽ ഇന്ന് ഞാൻ കയറി വന്നതിന്റെ അടിസ്ഥാന കാര്യം നടന്നത് ഈ ആത്മനൊമ്പരത്തിൽ നിന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ച പല കാര്യങ്ങളിലൂടെ ദൈവം ഇടപെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് ഇപ്പൊ തന്നെ റിസൾട്ട് കിട്ടുന്നത് തിരക്ക് പിടിക്കുന്നുമില്ല. തമ്പരാൻ അളന്ന് തൂക്കി നിറച്ചു തരും. അതുകൊണ്ട് ആ ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങുന്നത്. ആ ബോധ്യത്തിൽ നമ്മൾ ഈ ഒരു ആത്മനൊമ്പരത്തിൽ നിന്നും എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നുള്ള വ്യക്തതയിൽ നിന്നും ഇതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റി തന്നെയാണ്, സെയിം ടൈമിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയുമാണ് എന്ന സമഗ്രതയിൽ ഇതിനെ നോക്കിക്കണ്ടിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളെ സുഖങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമ്മൾ ചില പൊസിഷനിലേക്ക് എത്താനല്ല, മറിച്ച് നമ്മൾ എത്ര പ്ലാൻ ചെയ്തതിന് അപ്പുറത്തേക്ക് തമ്മിൽ നിങ്ങൾ കൊണ്ടുപോകും. അതിനൊരു എക്സാമ്പിൾ പറയാതെ എൻ്റെ പേഴ്സണാലിറ്റി ഞാനൊരിക്കലും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെയാണ് തീരുമാനം. ഒരു വശത്ത് നവോദയയുടെ ഒരു മേഖല, മറുവശത്ത് ജീസസ് യൂത്തും. ഇത് രണ്ടിലൂടെയാണ്. നവോദയയാണ് സെക്കുലർ ക്രൗഡിലേക്കുള്ള എൻ്റെ എൻട്രി. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും നമ്മൾ ആരും വൈകിട്ടൊന്നുമില്ല. 65-70 വയസ്സായ ആൾക്കാർ പുതിയ കണ്ടുപിടുത്തം നടത്തി ജീവിതത്തിൽ അന്നോളില്ലാത്ത ഡെവലപ്മെന്റ് ഉണ്ടാക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ഏറ്റവും സീനിയറായ ആൾക്കും സാധ്യതയുണ്ട്, വലിയ സാധ്യത. അപ്പൊ അങ്ങനെ നമ്മളെ ബ്ലസ് ചെയ്യാൻ പറ്റില്ല. സിൻസിയറായിട്ട് നമ്മൾ സ്റ്റെപ്പിങ് ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നടക്കും. ഇപ്പൊ നമ്മൾ പേഴ്സണലി ഗ്രോ ചെയ്യും, നമ്മുടെ ടാലൻസ് നമ്മൾ ഉപയോഗിക്കപ്പെടും, വ്യക്തിബന്ധങ്ങൾ കൂടും, സ്വീകാര്യത കൂടും. അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പാക്ട് ചെലുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമുക്കൊന്ന് എഴുന്നേക്കാം, ചായ കുടിച്ചിട്ട്